ശ്രീലങ്കൻ ഇലവനെതിരായ സന്നാഹ മത്സരത്തിൽ ജയിച്ചതോടെ പൂർണ്ണമായും ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ടെസ്റ്റ് പരമ്പരയിൽ ഇറങ്ങുക. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്തണമെങ്കിൽ ശ്രീലങ്കയ്ക്കെതിരെ മികച്ച ജയം ഇന്ത്യക്ക് അനിവാര്യമാണ്. സ്വന്തം മണ്ണിൽ ദക്ഷിണാഫ്രിക്കയോട് തോൽവി വഴങ്ങിയതാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് തിരിച്ചടിയായത്. അഫ്ഗാനിസ്ഥാനെതിരെ മിന്നും ജയം സ്വന്തമാക്കിയെങ്കിലും ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുക ശ്രീലങ്കയുമായുള്ള പരമ്പരയാണ്. സന്നാഹ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ഗില്ലും സംഘവും പുറത്തെടുത്തത്. ആദ്യ ഇന്നിംഗ്സിൽ ബോളർമാർ തുടക്കത്തിൽ റൺസ് വഴങ്ങിയെങ്കിലും പിന്നീട് നടത്തിയത് മികച്ച പ്രകടനം. ജഡേജ കുൽദീപ് സഖ്യത്തിനൊപ്പം മാനവ് കൂടി ചേരുമ്പോൾ സ്പിന്നിര ശക്തമാണ്. ബുംറയുടെ അഭാവത്തിൽ സിറാജ് നയിക്കുന്ന പേസ് നിരയും മികച്ച പ്രകടനമാണ് നടത്തിയത്. ദേവദത്ത് പടിക്കലിന്റെ മിന്നും പ്രകടനം ഇന്ത്യക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. സായി സുദർശന്റെ അഭാവത്തിൽ 3-ാം നമ്പർ സ്ഥാനം പടിക്കലിൽ ഭദ്രമാണ്. ജയ്സ്വാൾ, ഗിൽ, രാഹുൽ, ജഡേജ എന്നിവർ ബാറ്റ് കൊണ്ട് തിളങ്ങിയതും ടീമിന് പ്രതീക്ഷ നൽകുന്നു. വാലറ്റത്തിന്റെ ബാറ്റിംഗ് പ്രകടനവും ശ്രദ്ധേയമാണ്. ആദ്യ ഇന്നിംഗ്സിൽ ബ്രാറും രണ്ടാം ഇന്നിംഗ്സിൽ സിറാജും നടത്തിയത് വെടിക്കെട്ട് ബാറ്റിംഗ്. 20-20 ശൈലിയിൽ ഇരുവരും വേഗത്തിൽ സ്കോർ ഉയർത്തിയത് ഇന്ത്യയുടെ ജയത്തിലും നിർണായകമായി. ശ്രീലങ്കയ്ക്കെതിരെ പരമ്പര തൂത്തുവാരിയാലും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആദ്യം 3-ലെത്തില്ല. എന്നാൽ പരാജയപ്പെട്ടാൽ ശ്രീലങ്കയ്ക്കും താഴെ 6-ാമതാകും. നിലവിൽ ബംഗ്ലാദേശിനും താഴെ 5-ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ടീമുകളെയാണ് ഇന്ത്യ ഇനി നേരിടാനുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയ്ക്കെതിരെ പരമ്പര തൂത്തുവാരുക തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഓഗസ്റ്റ് 15-നാണ് ശ്രീലങ്കയുമായുള്ള ആദ്യ ടെസ്റ്റിന് തുടക്കമാവുക. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.